SNDP യോഗത്തിന്റെ തലപ്പത്ത് തുടരുന്ന വെള്ളാപ്പള്ളി നടേശനെതിരെ സാമ്പത്തിക ക്രമക്കേടുകളും അധികാര ദുർവിനിയോഗവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും വീണ്ടും ശക്തമാവുകയാണ്. സംഘടനയുടെ സാമ്പത്തിക ഇടപാടുകളിലും ഭരണ രീതികളിലും സുതാര്യതയില്ലെന്ന വിമർശനം നേരത്തെ ഉയർന്നിരുന്നു. ഇപ്പോൾ മൈക്രോ ഫിനാൻസ് കേസിലെ അന്വേഷണം വീണ്ടും സജീവമായതോടെ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആരോപണങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ്. മറുവശത്ത് അധിക്ഷേപിച്ച രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവന മെഡലിലൂടെ മറുപടി നൽകിയ ക്രൈംബ്രാഞ്ച് SP എസ് ശശിധരൻ കൂടുതൽ കടുപ്പത്തോടെ നിലയുറപ്പിക്കുമ്പോൾ വിറയ്ക്കുന്നത് കേരളത്തിലെ ഉന്നത സാമ്പത്തിക കുറ്റവാളികളാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിനൊപ്പം വിശ്വസ്തയോടെ SP എസ് ശശിധരൻ അന്വേഷിക്കുന്ന മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ കുരുക്ക് മുറുകുന്നത് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ്. രാഷ്ട്രപതിയുടെ ആദരം നൽകുന്ന കരുത്തുമായി ശശിധരൻ മുന്നേറുമ്പോൾ വെള്ളാപ്പള്ളിയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നാണ് പൊതുസമൂഹം ഉറ്റുനോക്കുന്നത്. സംസ്ഥാന പിന്നാക്ക വികസന കോർപ്പറേഷനിൽ നിന്നും നിർധനരായ സ്ത്രീകൾക്ക് സ്വയം തൊഴിലിനായി നൽകിയ തുക വകമാറ്റി ഉയർന്ന പലിശയ്ക്ക് മറിച്ചുകൊടുത്ത് കോടികളുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് വെള്ളാപ്പള്ളിക്കെതിരെയുള്ള കേസ്. മുൻപ് കേസ് അന്വേഷണത്തിൽ ഉണ്ടായ കാലതാമസത്തിൽ ഹൈക്കോടതി രൂക്ഷമായ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഒരു കേസിൽ പോലും കുറ്റപത്രം നൽകാൻ വൈകിയതിനെതിരെ അമർഷം രേഖപ്പെടുത്തിയ കോടതി പ്രോസിക്യൂഷൻ അനുമതിയുടെ വിശദാംശങ്ങളും നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. ഈ സമയത്താണ് കോടതിയുടെ വിശ്വസ്തത തെളിയിച്ച മികച്ച ഉദ്യോഗസ്ഥനുള്ള രാഷ്ട്രപതിയുടെ പരമോന്നത അംഗീകാരം ശശിധരനെ തേടിയെത്തുന്നത്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിലെ നിർണായക കണ്ണിയായിരുന്ന KK മഹേഷിന്റെ ആത്മഹത്യയും കേസിലെ പ്രധാന തെളിവായി ശശിധരൻ മാറ്റിക്കഴിഞ്ഞു. മഹേഷിനെ ബലിയാടാക്കാൻ വെള്ളാപ്പള്ളിയും കൂട്ടരും നടത്തിയ ഗൂഢാലോചന വെളിച്ചത്ത് കൊണ്ടുവരുന്നതോടെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റങ്ങൾ കൂടി വെള്ളാപ്പള്ളിക്കുമേൽ ചുമത്തപ്പെടും. കേസ് അട്ടിമറിക്കാൻ ഭരണസ്വാധീനം ഉപയോഗിക്കുന്നുവെന്ന ആരോപണങ്ങൾക്കിടെ മുതിർന്ന നേതാവ് VM സുധീരൻ നൽകിയ പരാതികൾ അന്വേഷണത്തിന് പുതിയ വഴിത്തിരിവായി. കേസിന്റെ ഗൗരവം ഉൾക്കൊണ്ട് പ്രത്യേക അന്വേഷണം നടത്താനും കുറ്റപത്രം വേഗത്തിൽ സമർപ്പിക്കാനും പുതിയ സർക്കാർ തലത്തിലും ആലോചനകൾ സജീവമാണ്. ഏത് കൊമ്പൻ എതിർത്തു നിന്നാലും കേസിന്റെ വഴിയിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടു പോകാത്ത ശശിധരന്റെ രീതി തന്നെയാണ് വെള്ളാപ്പള്ളിയെ ഭയപ്പെടുത്തുന്നത്. മുൻപ് മലപ്പുറം SP ആയിരുന്നപ്പോൾ മന്ത്രി V അബ്ദുറഹ്മാനും PV അൻവർ MLAയും വേദിയിലിരുത്തി വേട്ടയാടിയിട്ടും നട്ടെല്ലു വളയ്ക്കാതെ നിന്നിരുന്ന ചരിത്രമാണ് ശശിധരന് ഉള്ളത്. കൊച്ചി കോർപ്പറേഷനിലെ വിജിലൻസ് റെയ്ഡുകളിലൂടെ വൻ സ്രാവുകളെ തൂക്കിയെടുത്ത അനുഭവ സമ്പത്ത് ശശിധരനുണ്ട്. കേന്ദ്ര അന്വേഷണ ഏജൻസിയായ EDയിലെ ഉദ്യോഗസ്ഥർക്കെതിരെ പോലും കേസ് രജിസ്റ്റർ ചെയ്യാൻ മടിക്കാത്ത ഈ ഉദ്യോഗസ്ഥനു മുൻപിൽ രാഷ്ട്രീയ സ്വാധീനം ചെലുത്തുക സാധ്യമല്ല. നിയമപരമായ എല്ലാ വഴികളും അടയുന്നതോടെ ബഹുകോടി തട്ടിപ്പു കേസിൽ വെള്ളാപ്പള്ളി നടേശൻ വിചാരണ നേരിടേണ്ടി വരികയും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് രാജ്യം ഉറ്റുനോക്കുന്ന കേസ് മാറുകയും ചെയ്യുമെന്നാണ് ഉറപ്പ്. പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി അനുവദിച്ച മൈക്രോ ഫിനാൻസ് ഫണ്ടുകൾ ദുരുപയോഗം ചെയ്തുവെന്നതാണ് വെള്ളാപ്പള്ളിക്കെതിരെയുള്ള ഏറ്റവും ഗുരുതരമേറിയ ആരോപണങ്ങളിൽ ഒന്ന്. സാധാരണക്കാരായ സ്ത്രീകൾക്ക് കുറഞ്ഞ പലിശയ്ക്ക് നൽകേണ്ട ലക്ഷക്കണക്കിന് രൂപയുടെ വായ്പകൾ വൻകിടക്കാർക്കായി വകമാറ്റി ചെലവഴിച്ചുവെന്നും ഇതിൽ വലിയ തോതിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും വിജിലൻസ് അന്വേഷണം ചൂണ്ടിക്കാട്ടിയിരുന്നു. SNDP യോഗത്തിന്റെ കീഴിലുള്ള കോളേജുകൾ, സ്കൂളുകൾ, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ അധ്യാപകേതര നിയമങ്ങളിൽ കോഴ വാങ്ങി ഉദ്യോഗസ്ഥരെ തിരികെ കയറ്റിയെന്ന പരാതിയും നിരവധിയാണ്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ തഴഞ്ഞ് പണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നിയമനങ്ങൾ നടത്തിയത് സംഘടനയുടെ വിശ്വസ്തതയെ തന്നെ തകർത്തിട്ടുണ്ട്. വിവിധ ശാഖായോഗങ്ങളിൽ നിന്നും യൂണിയനുകളിൽ നിന്നും സമാഹരിക്കുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ ഫണ്ടുകൾ കൃത്യമായ കണക്കില്ലാതെ വകമാറ്റി ചിലവഴിക്കുന്നുവെന്ന ആക്ഷേപവും ശക്തമാണ്. യോഗത്തിന്റെ ആസ്തികൾ സ്വന്തം താൽപര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെന്നും സാമ്പത്തിക ഇടപാടുകളിൽ യാതൊരുവിധ സുതാര്യതയുമില്ലെന്നും സംഘടനയിലെ വിമർശകർ നിരന്തരം ഉന്നയിക്കുന്നുണ്ട്. സംഘടനയുടെ പദവികൾ കുടുംബാംഗങ്ങൾക്ക് മാത്രമായി വീതിച്ച് നൽകുന്നുവെന്ന ആക്ഷേപവും ശക്തമാണ്. തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ സംഘടനയുടെ അമരത്തേക്ക് വന്നത് സ്വജന പക്ഷപാതത്തിന്റെ ഭാഗമാണെന്നും ഇത് ജാതി സംഘടനകളുടെ ജനാധിപത്യ സ്വഭാവത്തെ ഇല്ലാതാക്കുന്നുവെന്നും വിമർശകർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പലതവണ.
കേരളത്തിലെ ഭരണകക്ഷിയായ CPM-ഉമായുള്ള വെള്ളാപ്പള്ളിയുടെ സൗഹൃദവും സഖ്യവും പലപ്പോഴും രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമാകാറുണ്ട്. സ്വന്തം താൽപ്പര്യങ്ങളും ബിസിനസ് സംരംഭങ്ങളും സുരക്ഷിതമാക്കുന്നതിനും തനിക്കെതിരെയുള്ള നിയമ നടപടികളെ പ്രതിരോധിക്കുന്നതിനും പാർട്ടിയെയും ഭരണ സംവിധാനങ്ങളെയും വെള്ളാപ്പള്ളി സ്വാധീനിക്കുന്നുവെന്ന ആക്ഷേപം പ്രതിപക്ഷ പാർട്ടികളും സംഘടനയിലെ വിമർശകരും നിരന്തരം ഉന്നയിക്കാറുണ്ട്. സ്വന്തം കുടുംബത്തിന്റെ സുരക്ഷിതത്വത്തിനായി രാഷ്ട്രീയ വേദികളെയും ഔദ്യോഗിക ബന്ധങ്ങളെയും വെള്ളാപ്പള്ളി നടേശൻ ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് പ്രധാന വിമർശനം. മകൻ തുഷാർ വെള്ളാപ്പള്ളിയെ മുൻനിർത്തി ദേശീയ തലത്തിലും കേരളത്തിലും BJP-യുമായി രാഷ്ട്രീയ സഖ്യങ്ങളും ചങ്ങാത്തങ്ങളും ഉണ്ടാക്കുന്നുവെന്ന ആരോപണവും ശക്തമാണ്. ഒരേ സമയം ഇടത് മുന്നണിയുമായും സൗഹൃദം സ്ഥാപിക്കുകയും മറുവശത്ത് മകനിലൂടെ NDA-യുമായി അടുപ്പം പുലർത്തുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് നയമാണ് വെള്ളാപ്പള്ളി തുടരുന്നതെന്നും രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അധികാര കേന്ദ്രങ്ങളെ വരുതിയിലാക്കാൻ ഈ മാറി മാറിയുള്ള നിലപാടുകൾ സഹായിക്കുന്നുമുണ്ട്. SNDP യോഗത്തിന്റെ നിയന്ത്രണത്തിലുള്ള വിവിധ മൈക്രോ ഫിനാൻസ് യൂണിറ്റുകളിലും സഹകരണ സംഘങ്ങളിലും നിക്ഷേപിച്ച സാധാരണക്കാരുടെ പണം തിരികെ ലഭിക്കുന്നില്ലെന്ന പരാതികളും പലപ്പോഴായി ഉയർന്നിട്ടുണ്ട്. നിക്ഷേപങ്ങളുടെ കണക്കുകൾ കൃത്യമായി അവതരിപ്പിക്കുന്നില്ലെന്നും സാമ്പത്തിക സുതാര്യതയില്ലെന്നും ചൂണ്ടിക്കാട്ടി വിവിധ ഘട്ടങ്ങളിൽ നിന്ന് ഇതിനകം തന്നെ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ട്. നിക്ഷേപങ്ങളുടെ കണക്കുകൾ കൃത്യമായി അവതരിപ്പിക്കുന്നില്ലെന്നും സാമ്പത്തിക സുതാര്യത ഇല്ലെന്നും ചൂണ്ടിക്കാട്ടി വിവിധ ഘടകങ്ങളിൽ നിന്ന് ഇതിനകം പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈഴവ സമുദായാംഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കേണ്ട സംഘടനയെ ഒരു വ്യക്തിയുടെ മാത്രം കുടുംബ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള വേദിയാക്കി മാറ്റിയിരിക്കുന്നുവെന്നും പ്രധാന വിമർശനമുണ്ട്. സമുദായ സ്നേഹത്തിന്റെ മുഖംമൂടി അണിഞ്ഞ് സ്വന്തം സാമ്പത്തിക സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്ന വെള്ളാപ്പള്ളിയുടെ നിലപാടുകൾക്കെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരാനാണ് സാധ്യത. ആരോപണം ആരുടെ മേലായാലും എത്ര വലിയ രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടായാലും സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അത് നിയമത്തിന് മുൻപിൽ തെളിയിക്കപ്പെടണം. അതുപോലെ തന്നെ ആരോപണം മാത്രം അടിസ്ഥാനമാക്കി ഒരാളെ കുറ്റക്കാരനാക്കാനും കഴിയില്ല. മൈക്രോ ഫിനാൻസ് കേസിൽ ഇനി പുറത്തുവരുന്ന അന്വേഷണ റിപ്പോർട്ടുകളും കോടതിയുടെ തുടർ നടപടികളുമാണ് വെള്ളാപ്പള്ളി നടേശന്റെയും SNDP യോഗത്തിന്റെയും മുന്നിലുള്ള ഏറ്റവും വലിയ പരീക്ഷണം.